ഗംഗയുടെ കൽക്കട്ടയിലെ ജീവിതം കൂടുതലും ഒറ്റപ്പെട്ടൊരു ജീവിതം തന്നെയായിരുന്നു. ഭർത്താവ് നകുലൻ ബിസിനസ് ബന്ധപ്പെട്ട് എപ്പോഴും തിരക്കിലായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലം മുതൽ ഗംഗയ്ക്ക് ആശ്രയമായത് നാട്ടിലെ നകുലൻ്റെ അമ്മാവൻ്റെ മകൾ ജയശ്രീയായിരുന്നു. ജയശ്രീയുടെ ഭർത്താവ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അതിൻ്റെ ദുഃഖത്തിൽ കഴിയവെയാണ് ഗംഗയുടെ വാക്കുകൾ ഫോണിലൂടെ ആശ്വാസമായി ജയശ്രീക്കെത്തുന്നത്. ജയശ്രീ ആശ്വാസമായി ഗംഗയെ ഉൾക്കൊണ്ടത് മനസ്സിലായ ഗംഗയും ജയശ്രീയെ തന്നാൽ കഴിയും വിധം പ്രചോദനം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുവഴി സത്യത്തിൽ ഗംഗയുടെ കൽക്കട്ടയിലെ മടുപ്പുകൾ നിറഞ്ഞ പകലുകളും ചില രാത്രികളും ഒരുവിധം തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയശ്രീക്ക് നൃത്തത്തിൽ ഉണ്ടായിരുന്ന താല്പര്യം ഗംഗ ഓർത്തെടുത്തത്. പിന്നീട് നൃത്തത്തെക്കുറിച്ചായിരുന്നു ഇരുവരും കൂടുതലും സംസാരിച്ചിരുന്നത്. ഒടുവിൽ ഗംഗയുടെ ശക്തമായ പ്രേരണയാൽ ജയശ്രീ ഒരു ഡാൻസ് ടീച്ചർ ആകുവാൻ വീണ്ടും ചിലങ്കയണിഞ്ഞു. ഉള്ളിലെ ദുഃഖം മറക്കുവാൻ വേണ്ടി മാത്രമാണ് ആദ്യം നൃത്തത്തിന് ചുവട് വെച്ചെങ്കിലും പിന്നീട് കുട്ടികളുടെ എണ്ണം കൂടാൻ തുടങ്ങിയതോടെ പൂർണ്ണമായും ജയശ്രീയുടെ മനസ്സ് നൃത്തത്തിൽ മുഴുകി. നൃത്തം പഠിക്കാൻ കുട്ടികൾ കൂടിയതോടെ ക്ഷേത്രത്തിലെ അരയാൽ മുറ്റത്തു നിന്നും മാടമ്പിള്ളിയുടെ നടുമുറ്റത്തിലേക്ക് നൃത്ത ക്ലാസ് മാറ്റുവാൻ നിർദ്ദേശം വെച്ചതും നകുലൻ്റെ അനുവാദം തേടിക്കൊടുത്തതും ശരിക്കും ഗംഗയായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ മാടമ്പിള്ളിയിൽ വീണ്ടും ചിലമ്പൊച്ച കേൾക്കുവാൻ കാരണമായതിൻ്റെ യഥാർത്ഥ അണിയറക്കാരിയെ? ഇപ്പോൾ ഗംഗയ്ക്ക് ശ്രീകുട്ടിയുടെ ഡാൻസ് ക്ലാസ്സിൽ ഏറെ പ്രതീക്ഷയുണ്ട്. മാടമ്പിള്ളിയുടെ നടുമുറ്റത്ത് ശോഭിക്കുന്ന ശ്രീകുട്ടിയെയും ശിഷ്യഗണങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനെന്ന വേണം ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പയറ്റാൻ ഗംഗ പദ്ധതിയിട്ടു. മുംബൈയിലെ പ്രസിദ്ധമായ ഒരു മാസികയുടെ കവർ പേജിലേക്ക് ജയശ്രീയുടെ മുഖചിത്രം എത്തിക്കുക എന്നതായിരുന്നു ആദ്യ പദ്ധതി. അതുവഴി മുംബൈയിൽ തന്നെ നടക്കുന്ന ഒരു ആർട്ട് ഫെസ്റ്റിവലിൽ നാട്യ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉറപ്പിക്കുക. ഇങ്ങനെ പോകുന്നു ഗംഗയുടെ പദ്ധതികൾ. പദ്ധതിയിൽ കാര്യമുണ്ടെന്ന് തോന്നിയ നകുലനും ഗംഗയ്ക്ക് നാട്ടിൽ പോകാൻ അനുവാദം നൽകി. ആ സമയം നകുലന് കൽക്കട്ടയിൽ നിന്നും ഷിംല വരെയും അവിടെ നിന്ന് രാജസ്ഥാനിലെ ജോധ്പൂർ വരെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് പാർട്ട്ണറോടൊപ്പം ഒരു മാസത്തേക്ക് പോകേണ്ടതിനാൽ ഗംഗയ്ക്ക് മാത്രമായി അതൊരവസരമായി. കൽക്കട്ടയിലെ ഒറ്റപ്പെടലുകളിൽ നിന്ന് ഗംഗ അങ്ങനെ നകുലനെ കൂടാതെ ആദ്യമായി തനിച്ചു നാട്ടിലേക്ക് പുറപ്പെട്ടു. മാടമ്പിള്ളിയിൽ എല്ലാവരും ഗംഗയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ശ്രീകുട്ടി. അതിഥികളുടെ എണ്ണം കൂടിയതോടെ മാടമ്പി തറവാട് പൂർണ്ണമായും ഉണരുകയാണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് മാടമ്പിയിലുണ്ടായ മാറ്റങ്ങൾക്ക് കാരണക്കാരി ജയശ്രീ മാത്രമല്ലായിരുന്നു. മാടമ്പള്ളിക്ക് 20 വർഷങ്ങൾക്ക് മുൻപുണ്ടായ കഥയെ വെറും കെട്ടുകഥകളായി പരിഗണിക്കുന്ന ഈ കാലത്ത് എവിടെയോ കേട്ടുമറന്ന കഥയിലെ നായികയായി വേഷം നടിച്ച ഗംഗയുടെ വരവ് അല്ലിയുടെ മകൾ നേഹയ്ക്ക് ഇന്നും അത്ഭുതമാണ്. പക്ഷേ മാടമ്പള്ളിയിലെ ഇടനാഴികളിലെ ഭിത്തികളിൽ 7 അടിയോളം ഉയരമുള്ള നിഴൽ പതിപ്പിക്കുന്ന ഈ സ്ത്രീരൂപത്തെ മാടമ്പള്ളിക്ക് ഇന്നും ഭയം തന്നെയാണ്. ഗംഗയുടെ വരവിൽ പഴയ സംഭവങ്ങൾ ഓർത്ത് ഗംഗയെ നോക്കി പുരികം ചുളിക്കുന്ന ഒരാൾ പോലും മാടമ്പിയിൽ ഇന്നില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം തറവാട്ടിലെ ഒരാളുടെ മുഖം മാത്രം ഇരുളാൻ തുടങ്ങിയിരുന്നു, ചന്തുവിൻ്റെ. അതിന് കാരണമായത് അദ്ദേഹത്തിന് തേടിയെത്തിയ ചില വാർത്തകളും കാഴ്ചകളുമായിരുന്നു. രാവിലെ മാടമ്പള്ളിയുടെ പറമ്പിൽ മേഞ്ഞുകൊണ്ടിരുന്ന അയൽക്കാരൻ ദിനേശൻ്റെ ഗർഭിണിയായ ഒരു പശു പാമ്പ് കടിയേറ്റ് ചത്തതും ചന്തുവിൻ്റെ കുട്ടികളുടെ വളർത്തു തത്ത ചത്തതും ഗംഗയുടെ വരവ് ദിവസം തന്നെ ആയിരുന്നു ചന്തുവിൻ്റെ ഉള്ളിൽ കാരണമില്ലാത്തൊരു ഭയം ജനിച്ചത്.